ഇതാണെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാം, ഞാൻ ഈ മുങ്ങൽ വിദഗ്ധനാണെന്നുള്ളത് ഇതിന് വ്യക്തമായിട്ടറിയാം. ഇത് പക്ഷേ കൊണ്ടേ പോവുള്ളൂ. അത് പുള്ളിക്കൊരു കാര്യം ഒരു പടത്തിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ പുള്ളി അത് ഈ ട്രൈ ഹിസ് മാക്സിമം ടു ഇംപ്ലിമെൻ്റ് ഇതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഷാൻ്റെ ഒരു പാട്ട് വരാനുണ്ട്, നല്ല പാട്ടാണ്. ആസ് മ്യൂസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് വിനീതിൻ്റെ അടുത്ത് ഒന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ദീപക് സാറും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടായിരുന്നു, നല്ല വരികളും അപ്പോൾ പാടാൻ പറ്റി എന്നുള്ളത്. മുരളിച്ചേട്ടനും വിളിച്ച് പാടിയപ്പോൾ തന്നെ വിളിച്ചിരുന്നു, പൃഥ്വിയായിട്ട് സംസാരിച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഉദ്ദേശിച്ച പോലെ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഒത്തിരി സന്തോഷം. ജസ്റ്റ് ടൂൾ. ഞാനൊരു ഫുൾ ടൈം മ്യൂസിക് ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ ഡൊമൈൻ ഇസ് ടു മോർ ഓഫ് ലൈവ് പെർഫോമൻസസും പ്ലസ് എൻ്റെ ഇൻഡിപെൻഡൻറ്റ്. അതാണ് എൻ്റെ താല്പര്യവും. എന്ന് പറഞ്ഞ് നല്ലൊരു സിനിമ ചെയ്യാൻ ഇഷ്ടമില്ല എന്നല്ല, ഉറപ്പായിട്ടും വരട്ടെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇരുന്ന് ചെയ്യാനുള്ള ക്ഷമ എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ആസ് മാനേജർ പുള്ളിക്കാരി വളരെ സജീവമായിട്ട്, അപ്പോൾ എന്നെ മാനേജ് ചെയ്യാൻ പുള്ളിക്കാരിയാണ് ഏറ്റവും ബെസ്റ്റ്. മറ്റൊരാൾ പുറത്തുനിന്ന് വരുന്നതിനേക്കാളേ പുള്ളിക്കാരിക്ക് എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസ് അറിയുന്നതല്ലേ. അതുകൊണ്ട് ഷീ ഈസ് എ ബെസ്റ്റ് മാനേജർ. സിനിമയാണ് മെയിൻ ഫീൽഡ് ഡൊമൈൻ. ഇപ്പോഴും മോസ്റ്റ് അക്സെപ്റ്റഡ് മീഡിയം ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഇപ്പോഴും സിനിമയാണ്. പുറത്ത് നേരെ മറിച്ച് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ പാട്ടുകളേ ഇല്ല, സ്കോറ് മാത്രമേ ഉള്ളൂ. പാട്ടുകൾ മുഴുവൻ ഓരോ ആർട്ടിസ്റ്റിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ആൽബംസാണ്. ഇവിടെ പക്ഷേ അങ്ങനെ ഇപ്പോൾ ഒത്തിരി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇന്ന് ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഹായ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജോബ് കുര്യൻ. ചേട്ടാ വെൽക്കം. നമസ്കാരം ഹരിത. മെയ്യിൽ പ്രൊഫഷണൽ മ്യൂസിക് ഒരു പ്രൊഫഷനാക്കിയിട്ട് 20 വർഷം അല്ലേ? പ്രൊഫഷണൽ മ്യൂസിക്കിലെ 20ാമത്തെ വർഷം. 2005 സ്റ്റാർട്ട് ചെയ്ത ഒരു ഗ്രീൻ ഹാർട്ട് എന്ന് പറഞ്ഞൊരു ബാൻഡിൽ എൻ്റെ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ എന്താ പറയണ്ട, അതിൽ നിന്നും അന്നം തുടങ്ങി, അന്നം മേടിച്ചു തുടങ്ങി. അത് വലിയൊരു വർഷമാണ് 20 എന്ന് പറയുന്നത്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്ക് യു. എങ്ങനെയാ ശരിക്കും ഒരു 20 വർഷത്തിന് ഡിഫൈൻ ചെയ്യണേ? സത്യം പറഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞന്ന് ഇങ്ങനെ പലതും സംഭവിച്ചതാണ്. അങ്ങ് ശ്രമിച്ചു, എൻ്റെതായ ഒരു ഇഷ്ടത്തിൽ അങ്ങ് ശ്രമിച്ചപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെയും വന്നു. അത് അതിനെ ഡിഫൈൻ ചെയ്യാൻ പ്രത്യേകിച്ച് നമുക്ക് പറ്റില്ല. അതൊരു ഗ്രേസാണ്, ഒരു ബ്ലെസ്സിങ്. ഇപ്പോൾ US ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരികയാണ്. ഒരു വലിയ ട്രിപ്പ് തന്നെയായിരുന്നു ഏകദേശം. അതെ, ഒരു മാസം അടുപ്പിച്ച്, ഒരു മാസത്തിന് മുകളിൽ. ഈ വേദികൾ തന്നെയാണ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് കാവലായി വന്നു, നിഴല് ഓൺ പ്രൊജക്റ്റ് വന്നു, അത് കഴിഞ്ഞ് വേദിയിലേക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു ഒരു 20th ഇയർ സംഭവബഹുലം തന്നെയാണ് തുടക്കത്തിൽ. കുഴപ്പമില്ല, ഈ വർഷം നന്നായിട്ടൊക്കെ പോകുന്നുണ്ട്. നല്ല പറഞ്ഞു എമ്പുരാനിൽ ഒരു ആ പാട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി. പ്ലസ് നിഴൽ എൻ്റെ ഒരു വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു, അത് ഇറങ്ങി. അതും തിരക്കേടില്ല, അത്യാവശ്യം കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ പണ്ട് ചെയ്ത ഒരു പാട്ട് ഇപ്പം കണ്ണോടെന്ന് പറഞ്ഞൊരു പാട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. നമ്മളത് കുറച്ച് മുമ്പ് മറ്റൊരു ഇതിൽ സംസാരിച്ചു കുറച്ച് കൂടുതൽ കാര്യം. അതുകൊണ്ട് ഞാൻ അപ്പോൾ മൊത്തത്തിൽ ഹാപ്പിയാണ്. പെർഫോമൻസസ് ഉണ്ട്. ഇപ്പം പറഞ്ഞ പോലെ ടൂറൊക്കെ കഴിഞ്ഞു, കുഴപ്പമില്ല. അതൊക്കെ ഒരു ഹാപ്പി ആയിട്ട് അങ്ങനെ പോകണം. പോയി വന്നപ്പോഴേക്കും കാവലായി എന്നുള്ളത് അങ്ങോട്ട് കയറി ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് എത്തി. ഈ കഴിഞ്ഞൊരു 3 മാസത്തിൻ്റെ അകത്ത് മാർച്ചിൽ ഇറങ്ങി. നമ്മൾ സംസാരിക്കുമ്പോൾ പാട്ട് ഇറങ്ങിയിട്ടില്ല, ഒരു പാട്ട് പാടി വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നല്ലോണം ഈ പറഞ്ഞ നല്ല റിസപ്ഷൻ ഉണ്ടാവും. അതിന്റെ വരികൾ മുരളിച്ചേട്ടനാണ് എഴുതിയത്. ആ അഞ്ചാതെ പിഞ്ചാതെ ഭയങ്കര റിലവൻ്റ് അല്ലേ ആ വരിയിൽ അങ്ങ് നമ്മളെ അതിൽ ലോക്കാക്കുന്നുണ്ട്. അത് ബേസിക്കലി ഇന്നത്തെ സാഹചര്യം പോലെ തന്നെ റിലവൻ്റ് ആണ്. നമ്മൾ ഒരു യൂണിറ്റി എന്ന് പറയുന്നതാണ് കാര്യം എന്നുള്ളതാണ് മൊത്തത്തിലെ എൻ്റെ ആകത്തുക. അതെ, അത് നിങ്ങളുടെ വോയിസ് വരുമ്പോൾ ദീപക്കേട്ടൻ്റെ മ്യൂസിക് ഈ വരി അത് ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സ് പറയുന്നുണ്ട് നമ്മളുടെ ഉള്ളിലൊക്കെ ആ പാട്ട് എങ്ങനെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് അന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ദീപക് സാറും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടായിരുന്നു, നല്ല വരികളും അപ്പോൾ പാടാൻ പറ്റി എന്നുള്ളത്. മുരളിച്ചേട്ടനും വിളിച്ച് പാടിയപ്പോൾ തന്നെ വിളിച്ചിരുന്നു, പൃഥ്വിയായിട്ട് സംസാരിച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഉദ്ദേശിച്ച പോലെ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഒത്തിരി സന്തോഷം. ഐ എം ജസ്റ്റ്
ടൂൾ. ജോബേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഞാനങ്ങനെ ഒരു കുറച്ച് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാനോ അല്ല അങ്ങോട്ട് ചെന്ന് ഒരു കാര്യം തിരക്കാനോ ഉള്ളൊരു മൈൻഡുള്ള ഒരാളല്ല, കുറച്ചൊക്കെ ഒരു ഇൻട്രോവേർട്ട് ഉള്ള ഒരാളും കൂടെയാണെന്ന്. പ്ലേ ബാക്കിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വേദികളിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഫീൽഡിൽ 20 വർഷത്തെ എക്സ്പീരിയൻസിൽ കുറേയൊക്കെ നമ്മൾ അങ്ങോട്ട് ചെന്ന് വാതിലുകൾ മുട്ടേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നു എന്ന് കാണിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇല്ലേ? അതെങ്ങനെ അതിനെ? ഇല്ല, എനിക്ക് തോന്നുന്നത് നമുക്കായിട്ടൊരു എയിം ഉണ്ടെങ്കിൽ അതിൽ പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഒരു പരിധി വരെ അറ്റൻഷൻ ഓട്ടോമാറ്റിക്കലി അതിലോട്ട് വന്നോളും എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഡിപ്പെൻസ് ഓൺ ദ സ്ട്രീം കേട്ടോ. ഓരോ ഇപ്പം ഞാൻ എൻ്റെതായ ഒരു വഴിയിലാണ് പോകണേ, സ്വന്തം അത് പാട്ടുകൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിപ്പോൾ ദൈവം സഹായിച്ചിട്ട് നമുക്ക് ഗോഡ് ഫാദേഴ്സിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് യൂട്യൂബ് ഇസ് അവർ സേവർ, എന്താ പറയുക, ലൈഫ് സേവർ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ ഒരു ഇൻപുട്ട് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം നമ്മൾ വേറെ എന്തെങ്കിലും വിളിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അതിന് പോയി കൊളാബറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇതുവരെ എനിക്ക് ദൈവം സഹായിച്ചിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തത് അത് വലിയ വെയിറ്റ് ഇട്ട് അങ്ങനെയൊന്നുമല്ല. എനിക്കറിയില്ല, ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ പോവാണ്. പ്ലസ് കുറച്ച് ഇങ്ങനത്തെ കാര്യത്തിൽ ചമ്മലും ഇൻട്രോ ആറ്റിറ്റ്യൂഡാണ് പൊതുവെ. പിന്നെ മേ ബി എനിക്ക് അതൊക്കെ കണക്കാ. ഇപ്പം ഇതിനൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നതൊക്കെ പാർട്ട് ഓഫ് ഇൻ എ വേ ഒരു നമ്മുടെ ആർട്ടിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് താങ്ക്സ് ടു ദ മീഡിയ വിച്ച് ഇസ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ ഞാനിതിന് അങ്ങനെ പൊതുവേ കുറവാണ്, പക്ഷേ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഇപ്പം വെൻ യു ആർ ആസ്കിങ് മീ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ജെന്യുവനായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയണം, അതൊക്കെയാണ്. പക്ഷെ അല്ലാതെ നമുക്കിപ്പോൾ ഒരു പർപ്പസിന് വേണ്ടി പോയി പറയാനോ വിളിക്കാനോ അതൊക്കെ എനിക്ക് വലിയ പാടാണ്. ആൻഡ് മേ ബി ഞാൻ അത്രയൊരു പ്രൊഫഷണലാണ് അല്ലായിരിക്കാം. മേ ബി ഞാൻ അങ്ങനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഒരാൾ വിളിച്ച് അപ്പോൾ തന്നെ പോയി ഡെലിവറി ചെയ്ത് മേ ബി ഞാൻ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് അല്ല. കുറച്ചും കൂടെ എൻ്റെതായ ഒരു സോണിലാണ്. പിന്നെ ഇപ്പം നിനക്ക് സിനിമയിൽ അത് ഇച്ചിരി ഡിമാൻഡിങ് മീഡിയയാണ്. അത് ടൈമുണ്ട്, ഡെലിവറി ചെയ്യണം. ഞാൻ സിനിമകളിൽ സന്തോഷത്തോടെ ഭാഗമാകുന്ന ആളാണ്. പക്ഷേ പ്രൊവൈഡഡ് അത് എനിക്ക് ചേരുന്ന പാട്ടാവണം, ആ ആർട്ടിസ്റ്റുമായിട്ട് കംഫർട്ടബിൾ ആവണം. അങ്ങനെ 100 കാര്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് എണ്ണം കുറഞ്ഞു പോകുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ തെരഞ്ഞെടുപ്പല്ല, തെരഞ്ഞെടുപ്പ് ആകുന്നതാണ് ഓട്ടോമാറ്റിക് സാഹചര്യങ്ങൾ കൊണ്ട്. പക്ഷെ എന്തായാലും അങ്ങനെ ആയതുകൊണ്ട് വന്ന പാട്ടുകൾ പലതും നല്ല പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ട്. അത് ഒത്തു വരുന്നുണ്ട് എങ്ങനെയൊക്കെ. അത് നാളെ വരുമെന്നറിയില്ല. ബട്ട് ആസ് ടിൽ നൗ ഞാൻ പാടിയ പാട്ടുകളിൽ പലതും നല്ല പാട്ടുകളുണ്ട്. അത് മ്യൂസിക് ഡയറക്ടറിൻ്റെ ക്രിയേഷൻ്റെയാണ്. പക്ഷെ എന്നാലും അതിലേക്ക് വന്നു എന്ന് എനിക്ക് സന്തോഷത്തോടെ ഞാൻ ഓർക്കാറുണ്ട്. ഇപ്പം മാണിക്യച്ചുറകളായാലും ഇപ്പം കാവലായി ചേകവറായാലും ചില്ലിറാന്തൽ, ആരാണേ, താനേ പൂക്കും, 22 ഹൃദയം, ഈ പാട്ടുകളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കമ്പോസേഴ്സിൻ്റെ നല്ല പാട്ടുകളാണ്. അവർ ചെയ്ത നല്ല പാട്ടുകളാണ്. അപ്പോൾ അത് ഞാൻ പാടി എന്നുള്ളത് എൻ്റെ ഭാഗ്യം. ഐ വാസ് ചോസൺ ഫോർ ഇറ്റ്. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഷാൻ്റെ ഒരു പാട്ട് വരാനുണ്ട്, നല്ല പാട്ടാണ്. ആസ് മ്യൂസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് വിനീതിൻ്റെ അടുത്ത്, ടൈറ്റിൽ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഹോപ്പ്ഫുള്ളി അതൊരു ഇഷ്ടപ്പെട്ട് പാടിയതാ. അപ്പം അങ്ങനെ വരട്ടെ. ഓരോന്ന് ബോണസ് സിനിമകളിലും വരുമ്പോൾ സന്തോഷം. അവർ പ്രത്യേകിച്ചും നല്ല നല്ല സിനിമകളുടെ ഭാഗമായിട്ട് നമ്മുടെ ശബ്ദം തിയേറ്ററിൽ കേൾക്കുന്നത് ആർക്കും സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ നന്നാക്കാരെന്ന് എപ്പോഴും തോന്നുന്നു. കേൾക്കുമ്പോൾ ഒരു ചടാ, അവിടെ ശരിയായില്ല, ഇവിടെ ശരിയായില്ല, അങ്ങനെ ആ ഭാഗത്തൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കും. അങ്ങനെ നമ്മളെ മ്യൂസീഷ്യൻ ഇങ്ങനെ ഒരു എൻലെസ് ക്രിട്ടിക്, മ്യൂസീഷ്യനും ഒരു സിംഗറും ഉള്ളിൽ തന്നെ കിടന്ന് ഈ ഹൃദയത്തിലെ പാട്ട് അങ്ങനെ ചോദിച്ചു കേട്ടിട്ടില്ല. മറ്റേതൊക്കെ നമ്മൾ തന്നെ സംസാരിച്ചു, അല്ലെങ്കിൽ പലവട്ടം സംസാരിച്ച മുന്നേ ഉള്ള പാട്ട്. ഈ ഹൃദയത്തിൽ എങ്ങനെയായിരുന്നു വിനീതായിട്ടുള്ള ഒരു കൊളാബറേഷൻ? വിനീതമായിട്ട് വർഷങ്ങളുടെ ഒരു ബന്ധമുണ്ട്. ഒരുമിച്ച് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കാലം മുതൽ. പുള്ളി പണ്ട് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ
ഏകദേശം ആ സമകാലീന അതെ സമകാലികരാണ്. അപ്പോൾ ഞങ്ങൾ ആ റിയാലിറ്റി ഷോ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വിനീത് പതുക്കെ എനിക്കൊന്ന് ക്ലാസ്മേറ്റ്സിൻ്റെ ആ സമയമാണ്. 2006. ആ അതെ അത് ആ ഉദയനാളതാരമൊക്കെ പാടി അങ്ങ് നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ പല പെർഫോമൻസസിലും ഒരുമിച്ച് സ്റ്റേജിലും അപ്പോൾ അങ്ങനെ മുതലേ അറിയാമല്ലോ. അപ്പോൾ പുള്ളി പിന്നെ താളം പുള്ളിക്ക് ഇഷ്ടമുള്ളൊരു ആൽബമാണ്. പല പ്രാവശ്യം ഇങ്ങനെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റേ റിയാലിറ്റി ഷോയിൽ ഖുദാസെ മന്നത്ത് എന്ന് പറഞ്ഞൊരു കീർത്തി ചക്രയിലെ പാട്ട് പാടിയത് പുള്ളിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയായിട്ടൊരു ഇടയ്ക്കിടെ കാണുമ്പോഴായാലും നല്ലൊരു റെസ്പെക്റ്റ്ഫുൾ ഒരു കോൺവെർസേഷനും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പുള്ളി ഈ ഹൃദയം വന്നപ്പോഴേക്കും അതിലിങ്ങനെ തിരയിലും ഞാൻ പാടിയിട്ടുണ്ട്. ഷാൻ്റെ താരമായി അങ്ങനൊരു പാട്ടുണ്ട്. താഴെ നീ താരമേ എന്നിലേ ദീപമേ അങ്ങനൊരു പാട്ടുണ്ട്. അതിൽ ഞാനും സച്ചിനും പിന്നെ ഞാനും സച്ചിനും വേറെ ആളും കൂടെ പാടി. അപ്പോൾ അങ്ങനെ പിന്നെയും ഒന്ന് ജോയിൻ ചെയ്തു. ഇതിൽ ഹിഷാമാണ്. പിന്നെ ഹിഷാമാണ്. അപ്പോൾ ഹിഷാമും താളത്തിലെ പാട്ടുകളും ഞാൻ അത് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്, പണ്ട് മുതലേ അറിയാം. അപ്പോൾ എങ്ങനെ ഒത്തു വന്നത്. അപ്പോൾ വിനീത് വിനീതാണെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാം, ഞാൻ ഈ മുങ്ങൽ വിദഗ്ധനാണെന്നുള്ളത് വിനീതിന് വ്യക്തമായിട്ട് അറിയാം. വിനീത് പക്ഷേ കൊണ്ടേ പോവുള്ളൂ. അത് പുള്ളിക്കൊരു കാര്യം ഒരു പടത്തിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ പുള്ളി അത് ട്രൈ ഹിസ് മാക്സിമം ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ് എന്ന് എനിക്ക് മനസ്സിലായി. അത് അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ച് അപ്പോൾ എൻ്റെ ചില സ്റ്റുഡിയോ ഫസിനെസ്സൊക്കെ പുള്ളി സഹിച്ച് എൻ്റെ വോയിസ് എടുത്തു. ദൈവം സഹിച്ച് നല്ലോണം വന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഫീലുള്ള ഇതുപോലെ തന്നെ പ്രണവിൻ്റെ ആ ലൈഫ് ബ്രേക്കപ്പിന് ശേഷമുള്ളത്. ഞാൻ ആ പാട്ടിനൊരു സോളുണ്ട്. അതെ, ഹിഷാമിൻ്റെ ഏറ്റവും നല്ല ഒരു ആൽബവും. എത്ര പാട്ടുകളാണ്. അതെ, ഭയങ്കര ഹിറ്റ് ആൽബം. അതിനകത്തൊരു പാട്ട് നന്നായി വന്നത്. ഹിഷാമോട്ട് പിന്നെയും കൂടി നമ്മുടെ എന്തായിരുന്നു ഫിലിപ്സ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും പിന്നെ ഒരു തമിഴ് പടത്തിൽ മാമൻ ഒരു പാട്ട് പാടി. ഞാൻ കേട്ടില്ല. അതൊരു എനിക്ക് തോന്നുന്നൊരു പാത്തോ ഒരു പാട്ടാണ്. ഞാൻ പടവും കണ്ടിട്ടില്ല. പക്ഷെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ സിനിമയിലേക്ക് കുറച്ചുകൂടെ സജീവമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു പടം ആക്ച്വലി ഒരു ഗില്ലി എന്ന് പറഞ്ഞൊരു സുഹൃത്തിൻ്റെ ഒരു പടം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തൽക്കാലം എന്തോ സാങ്കേതികമായി കുറച്ച് ഡിലേ. പക്ഷേ ഹോപ്പ്ഫുള്ളി അറിയില്ല, അത് എപ്പോഴെങ്കിലും ആ ഒരു ക്ഷമയും അവർക്കും ക്ഷമ വേണമല്ലോ എൻ്റെ ഒരു സ്പേസിന് ഒത്തുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും നോക്കും. പക്ഷെ ഞാനൊരു ഫുൾ ടൈം മ്യൂസിക് ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ ഡൊമൈൻ ഇസ് ടു മോർ ഓഫ് ലൈവ് പെർഫോമൻസസും പ്ലസ് എൻ്റെ ഇൻഡിപെൻഡൻറ്റ്. അതാണ് എൻ്റെ താല്പര്യവും. എന്ന് പറഞ്ഞ് നല്ലൊരു സിനിമ ചെയ്യാൻ ഇഷ്ടമില്ല എന്നല്ല, ഉറപ്പായിട്ടും വരട്ടെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇരുന്ന് ചെയ്യാനുള്ള ക്ഷമ എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. അതായത് ഇപ്പോൾ എല്ലാ പടവും എടുത്തു വെച്ച് പോസ്റ്റിൽ പെട്ടെന്ന് അത് ബേസിക്കലി ആ ടെൻഷന് കൂടെ പോകാൻ എനിക്ക് ഇഷ്ടമല്ല. അത് ഭയങ്കര സ്ട്രെസ്സല്ലേ. ഒരു ഡേറ്റ് ഉണ്ട്, അന്ന് റിലീസ് ചെയ്യണം, അതിൻ്റെ മുന്നേ കൊടുക്കണം, റീല് മറ്റേ എല്ലാം ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ടെൻഷൻ, ആ ലാസ്റ്റ് മൊമെൻറ്റ് സ്ട്രെസ്സൊക്കെ എനിക്ക് ഇച്ചിരി പാടാണ്. എനിക്ക് അങ്ങനെ മ്യൂസിക് ആ ചാലഞ്ചിൽ ചെയ്യാൻ അറിയില്ല. ജയ്സേട്ടനാണ് തുടരുംന്റെ ടെൻഷൻ പറയായിരുന്നു. അല്ല, അവർക്കൊക്കെ സീസൺഡാണ്, അതുമായിട്ട് മാനസികമായിട്ട് വേറെ ഒരു കഴിവാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമയ്ക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു ഉത്തരവാദിത്വമല്ലേ. ഇത്രയും പേരുടെ ഒരു ഡ്രീമാണ്, കുറേ പേരുടെ ജീവിതം അതിൻ്റെ അകത്തും, ഇത്രയും റിസ്ക് ഉണ്ട്. അതിൻ്റെ നടുക്ക് നിന്ന് നമ്മൾ ഡെലിവറി ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ്. അപ്പോൾ ഐ ഡോണ്ട് നോ എത്രത്തോളം ഇപ്പം എനിക്ക് പാട്ടുകൾ ചെയ്യാൻ ഇഷ്ടമാണ്. സ്കോറൊക്കെ എന്തായാലും ഇച്ചിരി എനിക്കത് അറിയേയില്ല, അത്ര മറ്റേ സമയമെടുത്ത് അതിൽ ചെയ്യാനും. പക്ഷേ മ്യൂസിക് മേ ബി അറിയില്ല, ചെയ്യുമായിരിക്കും. തൽക്കാലം ഇതിൽ ഹാപ്പിയാണ്. ഈ ഫാൻസ് കൂടാന്നുള്ളതനുസരിച്ച് ഇതൊരു ആർട്ടിസ്റ്റിനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആർക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊരു ചേഞ്ച് വരുത്തേണ്ടി വരാറുണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ പറയും ബസ്സിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേജ് അങ്ങനെ ആയിരിക്കില്ല, ഫെയിം ചിലപ്പോൾ അതിൽ മുകളിലായിരിക്കും. അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നു ശരിക്കും. നമുക്കിതെങ്ങനെ നമ്മൾ അതുവരെ ജീവിച്ച ജീവിതത്തിൽ നിന്ന് ഒരു ഫെയിം വന്നതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ മാറുക?
അങ്ങനെ ഒന്നുമില്ല, ഞാൻ ഇപ്പോഴും ഒരേപോലെ തന്നെ. ഉറപ്പായിട്ട് ചെറിയ ചെറിയ അപ്ഗ്രഡേഷൻസ് നമുക്ക് വരുമ്പോൾ സന്തോഷമാണ്. ലൈഫ് കരിയർ വാട്ടോ ഗ്രോത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പുരോഗമനങ്ങൾ സന്തോഷമാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ എനിക്കൊരു മാറ്റം ഉള്ളതായിട്ട് അറിയില്ല. എന്നോട് ഒരാൾ പറഞ്ഞു ശാസ്തമംഗലത്തെ ഒരു ചായക്കടയിൽ ജോബേട്ടൻ എപ്പോഴും ഉണ്ടാവുന്നു. അവിടെ ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കടയിൽ കൊച്ചിലെ പോലെ പോകുന്നതാണ്. അവിടെ തന്നെ പോവും, അതിപ്പോഴും പോകുന്നു പറഞ്ഞു. അപ്പോൾ ആൾക്കാർ വന്ന് ചിലപ്പോൾ നമ്മൾ ചേട്ടാ പുതിയ പാട്ട് കേട്ടിരുന്നു അല്ലെങ്കിൽ ജോബ് നന്നായിട്ടുണ്ടോ, അപ്പോൾ നമുക്ക് അവിടെ ഒരു കമ്മ്യൂണിറ്റി കുറേ പേരെടുത്ത് മുണ്ടി പറഞ്ഞ് നിൽക്കും. എനിക്കിഷ്ടമാണ് ഒരു പരിധി വരെ ആ സോഷ്യലൈസ് ചെയ്യാനും എല്ലാവരെയും കാണാനും. അപ്പോൾ ഞാനത് എൻജോയ് ചെയ്യുന്ന ആളാണ്. മാക്സിമം ആൾക്കാരുമായിട്ട് ഇടപഴകുക എന്ന് പറയുന്ന അപ്പോൾ അത് പ്രത്യേകിച്ച് അവർ നമ്മൾ മ്യൂസിക് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അതാണ് എൻ്റെ ഫ്യുവൽ ആക്ച്വലി. അപ്പോൾ അത് ഞാൻ ഇഷ്ടം. എനിക്ക് സത്യം പറഞ്ഞാൽ നടക്കുമ്പോൾ ഇപ്പോൾ വഴിയിൽ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ ആൾക്കാർ നോക്കി ചിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഐ റിയലി ഫീൽ വെരി ഹാപ്പി. നമ്മൾ ചെയ്യുന്ന എഫേർട്ട് അവരിലേക്ക് എത്തുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഒരു വ്യക്തി നമ്മളെ പേഴ്സണലി നമ്മുടെ പ്രൈവസിയിൽ ഡിസ്റ്റർബൻസ് ആണെങ്കിൽ അങ്ങനെ തന്നെ ഡീൽ ചെയ്യാൻ എനിക്കറിയാം. ഞാൻ അങ്ങനെ എനിക്കൊരു സൈഡും കൂടെ ഉണ്ട്. അങ്ങനെയല്ല, അത് അവർ വളരെ റീസണബിൾ ആയിട്ട് എല്ലാവരും അവരവരുടെ ഒരു പ്രൈവസി, ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പം ആ റെസ്പെക്ട് ചെയ്തിട്ടുള്ള എനിത്തിങ് ഇസ് ഫൈൻ. അത് കൂടുതലുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും ചേട്ടാ അത് ശരിയല്ല, നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ അതും പൊളൈറ്റായിട്ട് തന്നെ ഞാൻ പറയും. പക്ഷേ ഞാൻ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ അധികം അവസരങ്ങൾ വന്നിട്ടുമില്ല. പാടാനൊക്കെ പറയൂ ഇങ്ങനെ വഴിന്നൊക്കെ? പാടാൻ ചിലർ പറയുന്ന രീതി പോലെ ഇരിക്കും. ചിലർ വളരെ എക്സൈറ്റഡ് സ്നേഹത്തോടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അപ്പം ചിലർ ഇച്ചിരി വേറെ ഒരു രീതിയിലൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും ചെറിയൊരു ഇൻസൾട്ടാണോ എന്നൊക്കെ. അത് നമുക്കപ്പം മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറയും അത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ. പക്ഷെ മാക്സിമം ഐ ആം ദ സെയിം. എനിക്ക് എൻ്റെ പഴയ പോലെ തന്നെ എപ്പോഴും ഇരിക്കാനാണ് എനിക്കിഷ്ടം. ഈ ചായക്കട പറഞ്ഞപ്പോഴാണ് ചായപ്രേമം നല്ലോണം ഉണ്ട്. ചായ കൂടി പ്രശ്നമാണ്, കുറച്ച് കൂടുതലാണ്. അതും ഞാൻ പുള്ളി പറഞ്ഞാ കേട്ടെ. അതും പുള്ളി എന്നോട് പറഞ്ഞു ചായപ്രേമം ചോദിക്കണം. ചായ ഒരു ഇമോഷനാണ്, കാപ്പിയൊക്കെ അഡിക്ഷനാണ്. ഇപ്പൊ കുറച്ച് കുറയ്ക്കണം തോന്നി. എന്നെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് മനസ്സിലാവുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം ആ ഒരു മ്യൂസീഷ്യൻ്റെ ആഴത്തിൽ അത് മനസ്സിലാവില്ല. അപ്പം നമ്മൾ സിനിമാറ്റോഗ്രാഫറോട് ചോദിക്കുമ്പോൾ നമുക്ക് ആ വിഷ്വൽ നമ്മൾ കാണുന്നതിന് ഒരു ഇതുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുമെന്നത് ഒഴിച്ചാൽ ഒരു സാധാരണ പ്രേക്ഷകനാണല്ലോ. അപ്പോൾ പാട്ടും ഈ സിനിമാറ്റോഗ്രാഫർ പറയാറുണ്ട് ഇതിപ്പോൾ എനിക്ക് ഫ്രെയിം നോക്കിയിട്ട് സിനിമ കാണാൻ പറ്റില്ല എന്ന് പറയും. ഇപ്പം ഞാൻ 1-2 സുഹൃത്തുക്കൾ പറയുന്നത് അതായത് ഇതിലേക്കാണ് ശ്രദ്ധിക്കുന്നത്, ടെക്നിക്കലിയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ആ പ്രേക്ഷകനെ എവിടെയോ വിട്ടുപോകുന്നത്. അതുപോലെ ഒരു ലിസണറെ വിട്ടുപോകാറുണ്ട് ഇടയ്ക്ക്. നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് ഇങ്ങനെ മ്യൂസിക്കിൻ്റെ ഞാൻ ചിന്തിക്കുന്നത് നമ്മളിലേക്ക് എത്ര മാക്സിമം ട്രൂ ആയാലേ നമുക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് ട്രൂ ആകാൻ പറ്റുള്ളൂ. അതാണ് ആർട്ട് ഇസ് ഓൾവേസ് ലൈക്ക് മ്യൂസിക് ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ട്രെൻഡ് അല്ലെങ്കിൽ അവർക്ക് ഇത് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കണ പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ പാട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും സിൻസിയറായിട്ട് ഞാൻ എൻ്റെ ആർട്ടിനെ സ്നേഹിച്ച് ഡെലിവറി ചെയ്താലേ അത് പ്രേക്ഷകനൊരു പുതിയ അനുഭവമായിട്ടും അത് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി അവിടെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോലെ ഒരു സാധനമായിട്ടിരിക്കും. ഒരു പ്രേക്ഷകൻ കൂടി ആയിട്ട് ഇരുന്നിട്ട് തന്നെ ഞാൻ പ്രേക്ഷകനായിട്ട് ഇരിക്കാറേ ഇല്ല. ടോട്ടലി എൻ്റെതായ അതൊരു സ്വാർത്ഥതയാണെന്ന് തന്നെ കൂട്ടാം വേണമെങ്കിൽ. മറ്റു പാട്ടുകൾക്കും അങ്ങനെയല്ല, മറ്റുള്ളവരുടെ പാട്ടുകളും അങ്ങനെ ഇല്ല. മറ്റുള്ളവരുടെ പാട്ടുകൾക്ക് ഇപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് നമ്മൾ ഡെലിവറി ചെയ്യാന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പാട്ടുകൾ നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഉള്ളിലെ ടെക്നീഷ്യന് കൂടുതൽ ഒരു ഇത് വരുമോ? അതായത് ഞാൻ എൻ്റെ ഫീല് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ഒരു ഐഡൻറ്റിറ്റി കാണാൻ പറ്റും പാട്ടുകളിൽ, ട്രൂ ആയിട്ടുള്ള പാട്ടുകൾക്ക്. അതായത് ട്രൂ എന്ന് വെച്ചാൽ ട്രൂ എഫേർട്ടുള്ള സത്യസന്ധമായിട്ട് ചെയ്യുന്ന നല്ല മ്യൂസിക് ഇതിൽ ഉറപ്പായിട്ടും നമ്മൾ ആ ആർട്ടിസ്റ്റിൻ്റെ മനസ്സ് അവിടെ കിട്ടും. എവിടെയെങ്കിലുമൊക്കെ ആ ഫീലിംഗ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ഒരു ബെസ്റ്റ് കൊടുത്താലേ അത് ഓഡിയൻസിലേക്ക് അവരുടെ ആ ഇമോഷനുമായിട്ട് കണക്റ്റ് ആവുള്ളൂ. അപ്പം നമ്മളല്ലാതെ ടെക്നിക്കലായ ഭയങ്കര ട്രെൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലിപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും
അങ്ങനെ ഞാൻ നോക്കിയാൽ അവരോട് തന്നെ ചെയ്യുന്ന ഒരു ചതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഏറ്റവും പ്യുവറസ്റ്റ് ഫോമിൽ അത് കൊടുക്കുക, ബാക്കി പ്രേക്ഷകൻ്റെയാണ്. എന്നാലേ അവർക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ജോബ് കുര്യൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെയാണ് അവർക്ക് വേണ്ടത്, അല്ലാതെ വേറെ എല്ലാം കൂടെ എന്തൊക്കെയോ പോലൊരു സാധനമല്ല എന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ കടമ അതല്ലേ. ഇപ്പോഴത്തെ ഒരു ചർച്ച, ഇപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരാളെ ഞാൻ പറയുന്നില്ല, പുള്ളി ഒരു ഇൻ്റർവ്യൂ എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു റീലിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻസ് കമ്പാരിസൺ ആണ്. ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് എക്സ്റ്റെൻറ്റിൽ നിൽക്കുന്ന രണ്ട് മനുഷ്യരുടെ കമ്പാരിസൻ്റെ പേരിൽ ആളുകൾ തല്ലുകൂടുന്നു. അതൊരു ഫാൻ ഫൈറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. കാരണം ഒരുപാട് കാലഘട്ടം മുന്നേ ഉള്ള ആളുകളും പുതിയ ആളുകളും ആയിരിക്കും. ഒത്തിരി എക്സാമ്പിൾസ് നമ്മുടെ മുന്നിൽ, സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി കമ്പയർ ചെയ്യുന്നു. ഒരു പോയിന്റ്ലെസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സും പിടിച്ചുകൊണ്ട് കുറേ ആശാന്മാർ രണ്ട് തരത്തിൽ. അല്ല, അത് തന്നെ ഞാൻ രണ്ട് കാലഘട്ടമാണ്. അന്നത്തെ ക്രിക്കറ്റ് വേറെ ഒരു രീതിയിലായിരുന്നു, ഇന്നത്തെ ക്രിക്കറ്റ് വേറെ. രണ്ടുപേരും ലെജൻസ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ. അന്നത്തെ കാലത്ത് ടെണ്ടുൽക്കർ ഒരാൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും ഒരു ഇമോഷൻ. ഇന്ന് അതേപോലെ. അപ്പം വൈ ഡു യു ഹാവ് ടു കമ്പയർ? യു ജസ്റ്റ് എൻജോയ് ദം ബോത്ത് എന്നുള്ളതാണ് എൻ്റെ. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി ഭയങ്കര വഴക്കുകളും എനിക്ക് തോന്നുന്നില്ല. രണ്ടും ലെജൻസ് ആണ്, അവരവരുടെ രീതിയിൽ ഓരോ സ്റ്റൈൽ ഓഫ്. പക്ഷെ ഓരോരുത്തർക്ക് അവരുടെ ഫേവറേറ്റ്സ് ഉണ്ടാവാം, അത് ഉറപ്പായിട്ടും നാച്ചുറലി. ബട്ട് ഡസൻ മീൻ ദാറ്റ് ദ അതർ പേഴ്സൺ ഇസ് ബാഡ് ഓർ എല്ലാം. അങ്ങനെ കമ്പയർ ചെയ്യുന്നത് ആർട്ടിലും സ്പോർട്സിലൊന്നും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സമയത്തെ നമ്മളിപ്പോൾ ഇങ്ങനെ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഇൻഡിപെൻഡൻ്റോ അല്ലാതെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റിക് പ്ലേറ്റോ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ബ്ലോക്കൊക്കെ അങ്ങനെ ഉണ്ടാവുമോ? ഉറപ്പായിട്ടും ഉണ്ടാവും. ക്രിയേറ്റീവ് ബ്ലോക്കൊക്കെ വന്ന് പ്രാന്തായിട്ട് തലയിൽ കൊണ്ട് ഇരിക്കും ചിലപ്പോൾ. അതൊക്കെ ഒരു ഉറപ്പായിട്ട് വരും. ക്രിയേറ്റീവ് ബ്ലോക്കൊക്കെ എല്ലാവർക്കും വരും. അത് വരണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ വരും. അത് കാരണം റിപ്പീറ്റഡായിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് ഇരിക്കുന്നു, നമുക്കൊരു ചിലപ്പോൾ ഒരു ഡെഡ് ലൈൻ മനസ്സിൽ കാണും, അപ്പോൾ കാര്യങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിച്ച പോലെ നടക്കത്തില്ല, അപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും, ആങ്ഷ്യസ് ആവും, അപ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ട്. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ടു ടേക്ക് എ ബ്രേക്ക്, ഒരു യാത്രയും അല്ലെങ്കിൽ കൂടുതൽ വേറെ കാര്യങ്ങളിൽ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അത് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ കേട്ടോ. ചിലർ വളരെ വർക്കഹോളിക്സ് ആയിട്ടുള്ള അത്ര ഡിറ്റർമിൻഡ് ആയിട്ടുള്ള മുതലുകളുണ്ട്. അത് പക്ഷെ അത് അവരെ കൊണ്ടേ വരുവുള്ളത്. എന്നെ കൊണ്ട് നടപടിയാവത്തില്ല. എനിക്ക് ആ ഒരു സ്പേസും കുറച്ച് വിട്ടുപിടിക്കും ഞാൻ. എന്നാലേ എനിക്കൊരു തിരിച്ചു വരുമ്പോൾ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ആ ക്രിയേറ്റീവ് ബ്ലോക്കൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഒരുപാട് മാറിയ കാലമാണ്. ഇപ്പോൾ വേദികളിലും അത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും അവനവൻ്റെ പേജിലൂടെ. ഇപ്പം ജോബേട്ടൻ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ, ഇത്രയും വർഷമായിട്ട് നിൽക്കുന്നു. പിന്നെ പുതിയ ഇപ്പോൾ റാപ്പ് ഒരുപാട് പേര് ഒത്തിരി, എല്ലാവർക്കും അവരുടേതായ ഒരു ഫാൻ ബേസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴും അതിൽ ഇപ്പം ഞാൻ ഈ അടുത്തൊരു ആർട്ടിക്കിൾ ജോബേട്ടൻ തന്നെ വായിച്ചതിൽ പറയുന്ന കാര്യമാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയുള്ള ആളുകൾ എപ്പോഴും മ്യൂസിക്കിൽ. അപ്പം സിനിമ എടുക്കാൻ തയ്യാറാവുന്ന ആളുകൾ ഇതുപോലെ മ്യൂസിക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നതിലിങ്ങനെ വായിച്ചു. തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും കംപ്ലൈൻ്റ് ആയിട്ടല്ല പറയണം. അത് കരിച്ച് അവർക്ക് റിട്ടേൺസ് കൂടെ വേണ്ടേ, ഇൻവെസ്റ്റ് ചെയ്താൽ പോരല്ലോ. പക്ഷെ പലപ്പോഴും ആരും കാണാത്ത എത്രയോ സിനിമകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. അല്ല, അത് ഡിഫറെൻ്റ് ആണ്. പക്ഷെ എന്നാലും ദർ ഇസ് എ മീഡിയം ടു സെൽ ദ പ്രോഡക്റ്റ്. അപ്പോൾ മ്യൂസിക്കിൽ, ഇന്ത്യ മ്യൂസിക്കിൽ എവിടെയാണ് പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റുക? ഒരു എന്തുറപ്പാണ് കൊടുക്കാൻ പറ്റുക? ആരാണ്? എനിക്ക് പറ്റില്ല ഉറപ്പിച്ച് പറയാൻ എൻ്റെ കയ്യിൽ ഇത്ര ലക്ഷം വ്യൂ വരുമെന്നോ ഇത്ര അവർക്ക് ആ റിട്ടേൺസ് എങ്ങനെ കിട്ടും? അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരാത്തതിൽ ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ടായി വരട്ടെ. ഈ ഓഡിയോയിൽ നിന്നും ഒക്കെ ആ റിട്ടേൺസ് അതേപോലെ അത്രയും ഒരു ഇതിലേക്ക് വരണം. എന്നാലേ ഇപ്പം പുറത്തൊക്കെ അങ്ങനെയല്ലേ. പണ്ട് ആർട്ടിസ്റ്റ് ആൽബം റിലീസ് ചെയ്താൽ അത് തന്നെ വലിയ റെക്കോർഡ് ലേബിൾസ് വന്ന് ചെയ്ത് അവർക്കത് പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മുടേതിൽ സിനിമയാണ് മെയിൻ ഫീൽഡ് ഡൊമൈൻ. ഇപ്പോഴും മോസ്റ്റ് അക്സെപ്റ്റഡ് മീഡിയം ഓഫ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സിനിമയാണ്. പുറത്ത് നേരെ മറിച്ച് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ പാട്ടുകളേ ഇല്ല, സ്കോറ് മാത്രമേ ഉള്ളൂ അല്ലേ. പക്ഷേ പാട്ടുകൾ മുഴുവൻ ഓരോ ആർട്ടിസ്റ്റിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആൽബംസ് ആണ്. അപ്പം അതിന് അവിടുത്തെ ലിസണിങ് മുഴുവൻ അങ്ങനെയാണ് പോകുന്നത്. ഇത് വേറെ അത് വേറെ. അതെ. ഇവിടെ പക്ഷേ
അങ്ങനെ ഇപ്പോൾ ഒത്തിരി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇന്ന് ഒത്തിരി മാറ്റങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ റെക്കോർഡ് ലേബിൾസുകളുടെ ഇമ്പോർട്ടൻസ് കുറയുവാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും നമ്മുടേതായ പ്ലാറ്റ്ഫോംസിൽ തന്നെ ഇറക്കാം. അതെ, പദയാത്രയെ പാടുന്നു നമ്മൾ, അല്ലെങ്കിൽ മറ്റേത് നിങ്ങളുടെ എല്ലാം അതൊക്കെ എൻ്റെ റൈറ്റ്സ് തന്നെയാണ് ഞാൻ ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ പാട്ട് റിലീസ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പിന്നെ അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ഈസ് ബ്രാൻഡ്സ് അസോസിയേറ്റിംഗ് വിത്ത് ആർട്ടിസ്റ്റ്. അത് പോസിബിളാണ്. ഇപ്പോൾ കോക്ക് സ്റ്റുഡിയോ ഫോർ എക്സാമ്പിൾ, കോക്ക് സ്റ്റുഡിയോ കൊക്കക്കോളയുടെ പ്രോഡക്റ്റാണ്. കൊക്കക്കോള എന്ന് പറഞ്ഞാൽ ബ്രാൻഡാണ് അത് സ്പോൺസർ ചെയ്യുന്നത്. ആൻഡ് അവരുടെ ആഡാണത്. ആ ഹോൾ ലൈക്ക് ഷൂട്ട് അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡ്സ് എല്ലാം കൊക്കക്കോളയുടെ ആഡല്ലേ ലിറ്ററലി. നമ്മൾ ഓരോ കുറച്ച് കോക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതല്ലേ ഏറ്റവും വലിയ ആഡ്. അപ്പോൾ അങ്ങനത്തെ വിഷൻ ഉള്ള ബ്രാൻഡ്സ് ആർട്ടിസ്റ്റുകളായിട്ട് കൊളാബറേറ്റ് ചെയ്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അത് ഓക്കെയാണ്. ബിക്കോസ് അവർക്ക് ബ്രാൻഡിനെ ഓൾറെഡി അവർ സെല്ല് ചെയ്യാൻ ആർട്ടിസ്റ്റിൻ്റെ പ്രൊഫൈൽ ഉപയോഗിക്കുകയാണ്. അല്ലാതെ ഒരു ഇൻവെസ്റ്റർ ഇപ്പോൾ അതിൽ പൈസ ഇറക്കിയിട്ട് ആർക്ക് തിരിച്ച്, ഇപ്പം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ പഴി കേൾക്കേണ്ട കാര്യവുമില്ല, ഞാൻ ആരെയും പഴിക്കേണ്ട കാര്യവുമില്ല. എന്തുണ്ടെങ്കിലും അത് ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ്. പ്ലസ് ഞാനത് ഇപ്പം എൻ്റെ പാട്ടൊരെണ്ണം ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കുള്ള ബ്രാൻഡ് വാല്യൂ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ കോൺസേർട്ടിൻ്റെ ഡിമാൻഡോ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ആ ഡിമാൻഡ് കൂടിയാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ റെമ്യൂണറേഷനിലത് മേടിക്കാം. അത് നമുക്ക് സേവ് ചെയ്ത് അടുത്തതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ദാറ്റ്സ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഓൾ ദീസ് ഇയേഴ്സ്. എന്ന് വെച്ചാൽ നമ്മൾ പെർഫോമർ ആകുന്നതുകൊണ്ടാണ് എനിക്കത് എൻ്റെ ഇതിലേക്ക് തിരിച്ചിടാൻ പറ്റുന്നത്. ഇൻഡിപെൻഡന്റ് അത്ര സ്ട്രോങ് ആയി നിൽക്കാൻ പറ്റുന്ന ഇപ്പുറത്ത് മറ്റൊരു പെർഫോം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അതിൽ നിന്നാണ് എനിക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും. അതിൽ നിന്നാണ് നമ്മൾ സേവ് ചെയ്ത് കഷ്ടപ്പെട്ട് പിശുക്കി വെച്ച് ഇതിലേക്ക് ജീവിതം അതുപോലെ ഇടത്ത് ഞാൻ ഭയങ്കരമായ ലൈഫ് സ്റ്റൈല് ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല. ഇപ്പോൾ പണ്ട് പോകുന്ന പോലെ ഇപ്പോൾ പോകുന്ന പോലെ അങ്ങനെ പോയാൽ മതി. പക്ഷേ നമുക്ക് എന്നാലും സമാധാനമായിട്ട് ജീവിച്ച് പോകണം. ബാക്കി ഞാൻ എൻ്റെ പ്രോജക്ട്സിലേക്ക് ഞാൻ സേവ് ചെയ്യാതെ ഇടാറുണ്ട്. അപ്പം അതെല്ലാം ഒരു ബാലൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോരുത്തർ അതിനെ എങ്ങനെ ആണ് ഒരു ബിസിനസ് മോഡൽ വരട്ടെ, ഇതിനെല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സോ ദാറ്റ് വി ഗെറ്റ് സം സപ്പോർട്ട്. മ്യൂസിഷ്യൻസ് ഒരുപാട് പേര് ഇപ്പോൾ റൈറ്റ് എടുക്കുന്നുണ്ടല്ലോ, സാലറി അല്ലാതെ റൈറ്റ്. അല്ല അതിപ്പോൾ സിനിമയിലും പലരും റൈറ്റിൽ എടുത്ത് അല്ല, അത് ഡിപ്പെൻസ്. അപ്പോൾ അതിൽ റെമ്യൂണറേഷൻ അവർ മേടിക്കത്തില്ല, റൈറ്റ്സ് മേടിക്കും. which is fair enough. ഓരോരുത്തരുടെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴും ആർട്ടിസ്റ്റ് ആക്ച്വലി ടു സെൽ ഓൾസോ, എന്നാലേ അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും അത് വിൽക്കപ്പെടാനും ഉള്ളതാണ്. അതൊരു എല്ലാവരും ബാലൻസാണ്. ബിസിനസ് ലെവൽ കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നമാണ്. ബാലൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഓരോന്നിനും പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ലൈവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് വേണ്ടി നമ്മുടെ മാത്രം ചാനലിൽ കൊടുക്കാനുള്ള അങ്ങനെ ഒരു പ്രിപ്പറേഷൻ, പുറത്ത് പോയി പ്ലേ ബാക്ക് പാടുക, ഓരോന്നിൻ്റെയും പ്രിപ്പറേഷൻ എങ്ങനെയാണ് മാറുന്നത്? അതിനുവേണ്ടി നമ്മൾ മെൻ്റലി ഒന്ന് സെറ്റ് ആവുന്നത് എന്താ മാറ്റം? പ്ലേ ബാക്ക് ഇച്ചിരി നേരെ പോയി അങ്ങ് പാടുമോ, അല്ലെങ്കിൽ ഇങ്ങനെ? അതല്ല പറഞ്ഞു. വിനീതൻ നേരത്തെ കേസ് പറഞ്ഞ പോലെ ഞാൻ മുങ്ങൽ വിദഗ്ധനാണ്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഒന്നാമത് പാട്ട് കേട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് പോയി റെക്കോർഡ് ചെയ്യുന്ന സമയം ഞാൻ ചിലപ്പം മിക്കവാറും എൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ സ്വന്തമായിട്ട് പാടി അയക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. നമ്മുടെ ഒരു സ്പേസിൽ അങ്ങനെ ചെയ്യുന്നതിന് അപകടവും ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ തീരുമാനത്തിലെത്താൻ കുറേ കാലം എടുക്കും. പാടി അത് ശരിയായില്ല, ഇനി ഒന്നും കൂടെ പാടാം. മറ്റേ നേരെ മറിച്ച് അദ്ദേഹത്തിന് വേണ്ടത് എക്സാക്ട്ലി അവർക്കറിയാമല്ലോ. അപ്പം നമ്മൾ അവിടെ ചെന്ന് പാടുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓക്കെയാണ്, ഈ ടേക്ക് ഓക്കെയാണ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു. ഡിസിഷൻ അവിടെ തന്നെ ആവും. നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യം. നമ്മുടെ പാട്ടുകളുടെ ഏറ്റവും വലിയ പ്രശ്നവും നമ്മളാണ് അതിൻ്റെ ജഡ്ജ് എന്നുള്ളതാണ്. അയ്യോ രക്ഷ, അതിങ്ങനെ കിടക്കും. ചിലപ്പോൾ കുറേ കാലം ഒരു പാട്ട് പാടിയിട്ടൊന്നും ഹാപ്പി ആവത്തില്ല. കറങ്ങി തിരിഞ്ഞ് ഏറ്റവും ആദ്യം പാടിയത് എടുക്കും. ഏറ്റവും ആദ്യം പാടി ഇങ്ങനെ ലെയർ വെച്ച് കാണും. ഏറ്റവും ആദ്യം പാടിയത് ഇതായിരുന്നല്ലേ ഏറ്റവും നല്ലത്, എന്നിട്ട് ബാക്കിയെല്ലാം കളയും. എത്ര തവണ വരെ പോയിട്ടുണ്ടോ? അതൊക്കെ ഒരു പറയാൻ പറ്റില്ല, അത്രയും പോവും.
സ്ട്രെയിൻ ആവില്ലേ അപ്പോഴേക്കും? ട്രെയിന് പല ദിവസങ്ങളിലൊക്കെ ആയിട്ട് പാടും. പക്ഷേ എല്ലാത്തിൻ്റെ അകത്ത് ഒരു ഹാർട്ട് ഉണ്ടാകുന്നുണ്ടോയെന്നുള്ളത്. നമ്മൾ ടെക്നിക്കലാകും തോറും പാട്ടിൻ്റെ സോള് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ടേക്ക് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അല്പം ഇംപെർഫെക്ഷനൊക്കെ ഉള്ള ഏറ്റവും സോളുള്ള ടേക്കായിരിക്കും ബെസ്റ്റ്. നമ്മൾ ഇമോഷണലി കൺവേ ചെയ്യുന്ന ചില ടേക്കിൽ ചിലപ്പോൾ കുറച്ച് ടെക്നിക്കാലിറ്റീസ് അവിടെ ഇവിടെയൊക്കെ മാറിപ്പോകും. പക്ഷേ കൂടുതൽ ടെക്നിക്കലാകും തോറും മറ്റേത് ഇത് രണ്ടും കൂടെ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് നമ്മൾ ഏറ്റവും ഹൈ ലെവൽ സിംഗേഴ്സ് എന്നോ ഒക്കെ നമ്മൾ പറയുന്നത്. ലൈക്ക് ദി ഗ്രേറ്റ്സ്. ടെക്നിക്കൽ ആസ്പെക്റ്റും പക്കയായിരിക്കും, ഇമോഷൻസും പക്കയായിരിക്കും. അവർക്കതിന് പ്രത്യേകിച്ച് സ്വിച്ച് ഇടുന്ന പോലെ അത് വരികയും ചെയ്യും. അപ്പം ഞാൻ കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യുന്ന ആളാണ്. അതിൻ്റെതായ ചില സമയത്ത് ഗുണമുണ്ട്, ചില സമയത്ത് ദൂഷ്യമുണ്ട്. ആതിര ചേച്ചി പുറത്തിരിപ്പുണ്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. മാനേജർ കൂടിയാണ്. എങ്ങനെയാ പുള്ളിക്കാരിയുടെ ഒരു സപ്പോർട്ട് ത്രൂ ഔട്ട് സിംഗറും കൂടിയാണ്. അതെ, പുള്ളിക്കാരി കൊളാബറേഷൻ ഒരു ആൽബം ഉറപ്പായിട്ടും ചെയ്യണമെന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു പുള്ളിക്കാരിയുടെ കൂടെ ശബ്ദത്തിന് ചേരുന്നൊരു പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ചെയ്യണം എപ്പോഴെങ്കിലും വരണം. പിന്നെ ഇപ്പം മാനേജർ പുള്ളിക്കാരി വളരെ സജീവമായിട്ട്, അപ്പോൾ എന്നെ മാനേജ് ചെയ്യാൻ പുള്ളിക്കാരിയാണ് ഏറ്റവും ബെസ്റ്റ്. മറ്റൊരാൾ പുറത്തുനിന്ന് വരുന്നതിനേക്കാളേ പുള്ളിക്കാരിക്ക് എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസ് അറിയുന്നതല്ലേ. അപ്പം അതുകൊണ്ട് ഷീസ് ബെസ്റ്റ് മാനേജർ. മക്കൾ എങ്ങനെയാണ് ഈ ഒരു കരിയറിനെയും അല്ല അവരത് മനസ്സിലാക്കാനുള്ള ഒരു ഏജിലേക്ക്? ഒരാൾ 11 വയസ്സായി, അവനിപ്പോൾ ഗിറ്റാറൊക്കെ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്, പാടും. മറ്റേ പുള്ളി നല്ല വഴക്കാളിയാണ്. രണ്ടാമത്തെ 4 വയസ്സാണ്. അവനാണ് ഈ വീടിൻ്റെ എനർജി. എന്താ പറയണ്ടേ, ശരിക്കും രണ്ടും കൂടെ തലതിരിച്ച് വയ്ക്കും. ഞാനതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ആളാണ്. ചെറിയ ആൾക്ക് പിന്നെ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടില്ല. പക്ഷെ എന്നാലും പുള്ളി പാട്ടൊക്കെ പാടും. ഇങ്ങനെ കേട്ട് സ്റ്റീവൻ അപ്പ പുള്ളിക്ക് അത്രയൊക്കെ അതൊരാളാണെന്നുള്ള സാധനമൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് പാട്ട്. ഞാൻ മാക്സിമം കേൾപ്പിക്കാറുണ്ട്. മൂത്താൾ ഒബ്സർവ് ചെയ്യോ അങ്ങനെ വർക്ക്സും അല്ലെങ്കിൽ? ഉറപ്പായിട്ടും. പുള്ളിക്ക് മ്യൂസിക്കിനോടൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം എന്താണ് അവൻ്റെ ഒരു ടാലൻ്റ് എന്നൊക്കെ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു ടേസ്റ്റ്ഫുള്ളാണ്. അപ്പോൾ ഞാനത് മാക്സിമം നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ബേസ്. അപ്പോൾ നല്ല ട്യൂട്ടേഴ്സിൻ്റെ അടുത്ത് വിടുന്നുണ്ട്. അപ്പോൾ ഗിറ്റാറും ആൻഡ് വോക്കൽസ്, ബാക്കിയൊക്കെ വരട്ടെ. എന്തായാലും ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ വീട്ടിൽ തന്നെ. വേറെ കലാകാരന്മാർ വരുന്നു, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, കേൾക്കുന്നു, പാട്ട് പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പോൾ അവർക്ക് ആ സാഹചര്യമുണ്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇൻ മ്യൂസിക്, വിച്ച് നമുക്കൊന്നും കൊച്ചിലെ അങ്ങനെ ഒരു സാഹചര്യമില്ല. ഞങ്ങൾ ബേസിക്കലി ഞാൻ മ്യൂസിഷ്യൻ ഫാമിലി ഒന്നുമല്ല. പക്ഷേ എല്ലാവരും മ്യൂസിക്കലാണ്, വളരെ ടേസ്റ്റ്ഫുള്ളാണ്. എൻ്റെ ഫാദറൊക്കെ പാടും, ചിറ്റപ്പൻ വയലിൻ വായിക്കും, ആൻറ്റി പാടും. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും മ്യൂസിക്കുണ്ട്. പക്ഷെ ആരും പ്രൊഫഷണൽസ് അല്ലാന്നേ ഉള്ളൂ, ഇതുപോലല്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ അടുത്ത തലമുറ വന്നപ്പം ദൈവസാധിച്ചിട്ട് ഞാനും മ്യൂസിഷ്യൻ ബീങ് ഐ എം പ്രൊഫഷണൽ ഓൾസോ. അപ്പോൾ അതൊക്കെ അവന് കാണാമല്ലോ. പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്നവർ പ്രാക്ടീസ് എല്ലാം ആർട്ടിസ്റ്റുകളല്ലേ. അപ്പോൾ അതൊക്കെ സാഹചര്യമുണ്ട്. വളക്കൂറുള്ള മണ്ണാണ്. അപ്പോൾ പുള്ളിക്ക് അതിൽ വളരണമെങ്കിൽ അത് ശ്രമിക്കണം. അപ്പോൾ ഇനിയുള്ള വർക്കുകൾ എങ്ങനെയാണ്? ഇൻഡിപെൻഡൻ്റ് ആണോ? ഇനിയുള്ള എനിക്ക് വലിയൊരു ഡ്രീം പ്രോജക്റ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പറഞ്ഞ കണക്ക് മ്യൂസിക് മോജോ ഒക്കെ പോലെ അല്ലെങ്കിൽ കോക്ക് സ്റ്റുഡിയോ പോലെയൊക്കെ ഒരു വലിയ ഒരു കൊളാബറേറ്റീവ് ഒരു സെഷൻ സീരീസ് ആയിട്ട് വരുന്നതാണോ? ഹോപ്പിന്റെ ഒക്കെ പോലെ സീരീസ് ആയിട്ടല്ല, അത് എനിക്ക് ഒറ്റ എന്താ പറയുക ഒരു സ്റ്റുഡിയോ സെഷൻ പോലെ മൾട്ടി ജോണേഡ് ആർട്ടിസ്റ്റുകളുമായിട്ട് ഫീച്ചർ ചെയ്തിട്ടും ഒരു കോൺസേർട്ട് പോലെ എന്നാൽ സ്റ്റുഡിയോയിൽ ചെയ്യുന്ന ഒരു. അപ്പോൾ അതൊരു വലിയൊരു ആഗ്രഹമായിട്ട് ഞാൻ നിൽക്കുന്നു. അതും ഇപ്പം നമുക്ക് ഇത്രയും കലാകാരന്മാർ വരുമ്പോൾ അതിനകത്തായ ബഡ്ജറ്റ്സും ഒക്കെ ഉണ്ട്. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു സപ്പോർട്ട് കിട്ടിയാൽ നോക്കണം. അതെന്തായാലും ഒരു 10 to 12 ട്രാക്സ് പുതിയത്. അത് വലിയൊരു പ്രോജക്റ്റ്, അത് വലിയൊരു സ്വപ്നം. അത് നോക്കട്ടെ, നടത്തിയെടുക്കണം. എല്ലാവരും ഈ പറഞ്ഞ കണക്ക് ഇപ്പോഴേ പാട്ടുകളൊക്കെ ഏകദേശം ഒരു ഫോമിലായി വരുന്നുണ്ട്.
ലിറിക്സ് ഒക്കെ ചന്ദ്രശേഖരൻ സാർ തന്നെയാണ്. ആ ചേട്ടൻ എന്തായാലും ഒരു നല്ലൊരു ഭാഗം എഴുതേണ്ടി വരും. എന്തെങ്കിലും വേറെ ഒന്നും ഉണ്ടെങ്കിലും അതനുസരിച്ച് ആ പാട്ട് പോലെ നോക്കണം. അതിന് വെയിറ്റിംഗ് ആണ്. പിന്നെ പ്ലേ ബാക്കുകൾക്കും പിന്നെ ആ മ്യൂസിക് ഡയറക്ടർക്കും. മ്യൂസിക് ഡയറക്ടർ ഹോപ്പ്ഫുള്ളി ആ പടം ഉടനെ ഇറങ്ങട്ടെ. അതിൻ്റെ അകത്ത് ഞാൻ കുറേ ഓൾറെഡി 2 പാട്ട് ചെയ്തു കഴിഞ്ഞു. ബാക്കിയും 3-4 പാട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അത് വരട്ടെ എന്ന് ഞാനും വിചാരിക്കുകയാണ്. എന്ന് വെച്ചാൽ എനിക്കും ഇഷ്ടപ്പെട്ട് തന്നെ സിനിമയിലേക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. പുള്ളി എൻ്റെ ഒരു ഫ്രണ്ടുമാണ്. അപ്പോൾ പുള്ളി ആ പ്രഷറൊന്നും ഇല്ല, എനിക്ക് നല്ല സ്വസ്ഥമായിട്ട് ചെയ്യാം. അപ്പോൾ അതും ഞാനും വെയിറ്റിംഗ് ആണ്, വരട്ടെ. അതെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം. താങ്ക് യു. ലാത്തി അടിച്ച് ഇല്ലില്ല, സന്തോഷമല്ലേ സംസാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്.